കോടാലി സർക്കാർ LP സ്കൂൾ കെട്ടിടത്തിന്റെ ഹാളിലെ മേൽക്കൂരയ്ക്ക് താഴെയുള്ള സീലിംഗ് തകർന്നു വീണു. സ്കൂൾ അവധിയായതിനാൽ വൻ അപകടം ഒഴിവായി. അസംബ്ലി കൂടുന്ന ഹാളിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത്. ഫാനുകളും കസേരകളും നശിച്ചു. പുലർച്ചെയായിരുന്നു അപകടം. 54 ലക്ഷം രൂപ ചെലവിൽ 2023 ഹാൾ ഉദ്ഘാടനം ചെയ്തത്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. അശാസ്ത്രീയമായാണ് കെട്ടിടം നിർമ്മിച്ചതെന്നും നേരത്തെ തകരാറുകൾ ചൂണ്ടിക്കാട്ടിയതാണെന്നും അവർ പറഞ്ഞു. കനത്ത മഴയെ തുടർന്ന് തൃശൂർ, കാസർഗോഡ് ജില്ലകളിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കണ്ണൂരിൽ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും ഒഴികെയുള്ളവയ്ക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നു. അവധി നൽകിയ കളക്ടർക്ക് നന്ദി അറിയിച്ചാണ് രക്ഷിതാക്കൾ പ്രദേശത്ത് നിന്ന് മടങ്ങിയത്. അതേസമയം സംസ്ഥാനത്ത് പൊളിച്ചു മാറ്റാനോ അടിയന്തര അറ്റകുറ്റപ്പണി നടത്താനോ ആയി 2000-ഓളം സ്കൂൾ, ആശുപത്രി, അങ്കണവാടി കെട്ടിടങ്ങൾ ഉള്ളതായി റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലാണ് കണക്കുകൾ പുറത്തുവിട്ടത്. സർക്കാർ സ്കൂളുകൾ മാത്രം 615 എണ്ണമുണ്ടെന്ന് തദ്ദേശ വകുപ്പ് വിവരശേഖരണത്തിൽ കണ്ടെത്തി. എയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെ കണക്കുകൾ ശേഖരിച്ചിട്ടില്ല. 38,000 അങ്കണവാടി കെട്ടിടങ്ങൾ ഉള്ളതിൽ 13,000 എണ്ണത്തിന് ബലക്ഷയമോ അപകടാവസ്ഥയോ ഉണ്ട്. ഇതിലേറെയും ഇതുവരെ ഫിറ്റ്നസ് പരിശോധന നടത്താത്ത സർക്കാർ നിർമ്മിത കെട്ടിടങ്ങളാണ്. സർക്കാർ സ്കൂൾ കെട്ടിടങ്ങളിൽ ബലക്ഷയമുള്ളവ 585 എണ്ണമായിരുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട്. കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് കണ്ടതോടെ കൃത്യമായ വിവരം 2 ആഴ്ചയ്ക്കകം നൽകാൻ മുഖ്യമന്ത്രി ദുരന്ത നിവാരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി നടത്തേണ്ടവ എന്നിവ വേർതിരിച്ചു നൽകണം. നിരവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കാൻ. ക്ലാസുകൾ നടത്താൻ തദ്ദേശ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്താനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്കൂൾ കെട്ടിടങ്ങളിൽ ചിലത് പൊളിക്കേണ്ടി വരുന്നതും ബലക്ഷയം മാത്രം മൂലമല്ലെന്നും പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ട സാഹചര്യമുള്ളതുകൊണ്ട് കൂടിയാണെന്നും ഉദ്യോഗസ്ഥർ യോഗത്തിൽ വ്യക്തമാക്കി.